Hi all, next we are going to discuss variables. Variable means changing. A variable is anything that can change in its quantum or value. വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്തുമാവാം. ഈസ് എനിത്തിങ് ദറ്റ് ക്യാൻ ചേഞ്ച് ഇൻ ഈസ് ക്വാണ്ടം ഓർ വാല്യൂ. വാല്യൂവിൽ ചേഞ്ച് വരുത്തുന്ന എന്തിനേയും വേരിയബിൾസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സപ്പോസ് എക്സാമ്പിളായിട്ട് സെയിൽസ്, പ്രോഫിറ്റ്, ഇൻകം, സാറ്റിസ്ഫാക്ഷൻ എക്സെട്ര. Next, the types of variable. Mainly the variables are categorized in 4 types: dependent variable, independent variables, moderating variables, intervening variables. The first one, dependent and independent variables. Dependent variable is one which is depend on another variable. മറ്റൊരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന വേരിയബിളെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നാണ് പറയുന്നത്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഈസ് വൺ എന്താണ് വിച്ച് ഡിപ്പെൻഡ് ഓൺ അനദർ വേരിയബിൾ. മറ്റൊരു വേരിയബിളിനെ ആശ്രയിച്ച് നിൽക്കുന്നു. സോ ഇറ്റ്സ് നോൺ ആസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. നെക്സ്റ്റ്, ദ വേരിയബിൾ വിച്ച് ഇൻഫ്ലുവൻസസ് അതർ വേരിയബിൾ ഈസ് നോൺ ആസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. മറ്റൊരു വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന, അതായത് മറ്റൊരു വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് അതിലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന വേരിയബിളുകൾ എന്ത് പറയും? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, വിത്ത് ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ദ സെയിൽസ് ഓഫ് ഐസ്ക്രീം മേ ഗോ അപ്പ്. ടെമ്പറേച്ചറിൻ്റെ വ്യതിയാനം ചേഞ്ചിനനുസരിച്ച് ഐസ്ക്രീമിൻ്റെ സെയിൽസിലൊരു മാറ്റം ഉണ്ടാകും. എന്ത് മാറ്റമായിരിക്കും? ടെമ്പറേച്ചർ കൂടുമ്പോൾ സെയിൽസ് ഇൻക്രീസ് ചെയ്യാനാണ് സാധ്യത. If so, one can say that the sale of ice cream depend upon the temperature. നമുക്ക് എന്താ പറയാം? ഐസ്ക്രീമും ഐസ്ക്രീമിൻ്റെ സെയിലും ആൻഡ് ടെമ്പറേച്ചറും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. Here we can say that the sale of ice cream is says as dependent variable and the temperature says as independent variable. The next, intervening variables. Variable which theoretically affect the observation or result but cannot be measured or manipulated is called intervening variables. ആക്ച്വലി ഈ വേരിയബിൾസ് ഡിപ്പെൻഡൻ്റ് വേരിയബിൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് തിയറി ഭാഗത്ത് അത് മെഷർ ചെയ്യാനോ അല്ലെങ്കിൽ മാനിപ്പുലേഷനോ വേണ്ടിയൊന്നും യൂസ് ചെയ്യുന്നില്ല. കനോട്ട് ബി മെഷേർഡ് ഓർ മാനിപ്പുലേറ്റഡ്. അത് മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യുന്നൊന്നുമില്ല. എന്നാൽ ഇത് ഡിപ്പെൻഡൻ്റ് വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്നുമുണ്ട്. ഇങ്ങനെയുള്ള വേരിയബിളാണ് ഇൻ്റർവീനിങ് വേരിയബിൾസ്. നെക്സ്റ്റ് ഒരു വേരിയബിളോട് പറഞ്ഞിട്ട് നമുക്ക് എല്ലാത്തിനും എക്സാമ്പിൾ പറയാം. ഇൻ്റർവീനിങ് എക്സാമ്പിൾ പറയാം. ഇത് നെക്സ്റ്റ് ആണ് മോഡറേറ്റിംഗ് വേരിയബിൾസ്. മോഡറേറ്റ് വേരിയബിൾസ് ഈസ് എ സെക്കൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. സെക്കൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന വേരിയബിളാണ് എന്ത്? മോഡറേറ്റ് വേരിയബിൾസ് എന്ന്. ബിക്കോസ് ഇറ്റ് ബിലീവ്ഡ് ടു ഹാവ് എ കണ്ടീജൻറ്റ് ഇഫക്റ്റ് ഓൺ ദ ഇൻ്റർവീനിങ് വേരിയബിൾസ് ആൻഡ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ റിലേഷൻഷിപ്പ്. ഡിപ്പെൻഡൻറ്റും അതേപോലെ ഇൻ്റർവീനിങ് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എഫക്റ്റ് കണക്കാക്കുന്നതാണ് ബൈ യൂസിങ് മോഡറേറ്റിംഗ് വേരിയബിൾസ്. ആ റിലേഷൻഷിപ്പ് ഈ ഒരു മോഡറേറ്റിംഗ് വേരിയബിളാൽ ആശ്രയിക്കും. ഇത്രയേ ഉള്ളൂ. സെക്കൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? മോഡറേറ്റിംഗ് വേരിയബിളായിട്ട് കൺസിഡർ ചെയ്യാം. അത് ഇൻ്റർവീനിങ്ങിൻ്റെയും അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യുന്നുമുണ്ട്. മൊത്തത്തിലൊരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ, എ ഗുഡ് സ്പീക്കർ ക്യാൻ ഇൻക്രീസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സ്റ്റുഡൻസ് ഓൺ എ പെർട്ടിക്കുലർ ടോപ്പിക്. ഒബ്വിയസ്ലി എന്താണ്? ഒരു സ്റ്റുഡൻറ്റ് എത്രത്തോളം ക്യാച്ച് ചെയ്യുന്നുവെന്ന് ഒരു ഗുഡ് സ്പീക്കർക്ക് മനസ്സിലാക്കാൻ പറ്റും. Here the good speaker is independent variable while the student's understanding is dependent variable. കുട്ടികൾ എത്ര മനസ്സിലാക്കുന്നു എന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളായിട്ടും അല്ലെങ്കിൽ സ്പീക്കറുടെ കഴിവിനെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഗുഡ് എൻവയോൺമെൻറ്റ് ലൈക്ക് എയർ കണ്ടീഷൻ റൂം, ഗുഡ് ലെക്ചർ ഹാൾ, ഗുഡ് ഫെസിലിറ്റീസ് ഇൻ ദ ഹാൾ എക്സെട്ര ആർ ആക്ട് ആസ് മോഡറേറ്റിംഗ് വേരിയബിൾ. സ്പീക്കറുടെ ക്വാളിറ്റി മാത്രമല്ല എന്ത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ട് വരുന്നത്. കൂടാതെ എന്തൊക്കെ വരാം? രണ്ടാമതായിട്ട് സെക്കൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ട് എന്തൊക്കെ സ്റ്റുഡൻറ്റിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ അഫക്റ്റ് ചെയ്യാം? ദ എയർ കണ്ടീഷൻ റൂം, ഗുഡ് ലെക്ചർ ഹാൾ, ഗുഡ് ഫെസിലിറ്റി, അവരുടെ അറ്റ്മോസ്ഫിയറും കൂടെ എന്ത് നമുക്ക് സെക്കൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായി കൺസിഡർ ചെയ്യാം. സോ ഇറ്റ്സ് നോൺ ആസ് മോഡറേറ്റിംഗ് വേരിയബിൾസ്.
ഇഫ് ദ സ്പീക്കർ വാസ് ഗുഡ്, എൻവയോൺമെൻറ്റ് വർ എക്സലൻറ്റ്. ഇതൊക്കെ ഗുഡ്, അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഓക്കെയാണ്, മോഡറേറ്റിംഗ് വേരിയബിളും ഒക്കെ ഓക്കെയാണ്. എറ്റ് ദ സ്റ്റുഡൻറ്റ് കുഡ് നോട്ട് റീകോൾ ദ ബേസിസ് ഓഫ് ദ ക്ലാസ് വെൻ ആസ്ക്ഡ് ദ വെരി നെക്സ്റ്റ് ഡേ. എന്നാൽ പോലും കുട്ടികൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റാതിരിക്കാം. There will be some intervening variable which block the minds of students. ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ പോലും സ്റ്റുഡൻസിൻ്റെ മൈൻഡ് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന പല ഫാക്ടേഴ്സും ഉണ്ട്. അങ്ങനെ ഇൻ്റർവീൻ ചെയ്യുക, അവരെ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യാതിരിക്കുന്ന അഫക്റ്റ് ചെയ്യുന്ന വേരിയബിൾസുകളെ നമ്മൾ എന്ത് പറയാം, ഇൻ്റർവീനിങ് വേരിയബിൾസ് എന്ന് പറയാം. ഓക്കെ, താങ്ക് യു.